أعوذ بالله من الشيطان الرجيم والذين آمنوا بالله ورسله أولئك هم الصديقون. എന്താ അല്ലാഹു തആല പറയുന്നത്? വല്ലദീന ആമനു, വിശ്വസിച്ചവർ, ബില്ലാഹി, അള്ളാഹുവിലും, വറുസുലിഹി, അവൻ്റെ റസൂലുകളിൽ, ദൂതന്മാരിലും, ഉലൈകഹും, അവർ തന്നെയാകുന്നു, അസ്സിദ്ദീഖൂൻ, സിദ്ദീഖുകൾ, സത്യസന്ധന്മാർ, വശുഹദാഉ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്തസാക്ഷികളും, ലഹും, അവർക്കുണ്ട്, അജ്റുഹും, അവരുടെ പ്രതിഫലം, വനൂറുഹും, അവരുടെ പ്രകാശവും, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിന, എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും ചെയ്യുന്നവർ, ഉലൈക അസ്ഹാബുൽ ജഹീം, അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു. അപ്പം ഇവിടെ ഈ ഒരു ആയത്ത് രണ്ട് രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാ, ആ രീതിയിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവരാരോ അവർ തന്നെയാണ് തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ സത്യസന്ധന്മാരും സത്യസാക്ഷികളും. ആ രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരർത്ഥം പറയുന്നത് ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സത്യസന്ധന്മാർ. പിന്നെ ശുഹദാക്കൾ, വശുഹദാഉ ഇൻദ റബ്ബിഹിം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസാക്ഷികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അവരുടെ പ്രതിഫലവുമുണ്ട്, അവരുടെ പ്രകാശമുണ്ട്. ഈ രണ്ട് രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ വിശദീകരിച്ചാലും കുഴപ്പമില്ല, രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. അത് നമ്മളവിടെ സ്വാദിലാം കാണുന്നില്ല അല്ലേ? സിദ്ദീഖൂൻ എന്നുള്ളത് അവിടെ നിർത്തുകയും ചെയ്യാം, നിർത്തിയിട്ട് നമുക്ക് അടുത്ത ആയത്തായിട്ട് അങ്ങനെ ഓതുകയും ചെയ്യാം, കൂട്ടി ഓതുകയും ചെയ്യാം. അതിനാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ രണ്ട് വിധത്തിലും ഇതിന് അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ സിദ്ദീഖീങ്ങൾ അല്ലേ, ആരാണ് ഈ സിദ്ദീഖുകൾ? സത്യസന്ധന്മാർ അല്ലേ. സത്യസന്ധത എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ സിദ്ദീഖീങ്ങളുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചാൽ, പിന്നെ പറയുന്ന ശുഹദാക്കളെക്കാട്ടിയും, പിന്നെ സിദ്ദീഖിന് ശുഹദാക്കളെക്കാട്ടിയും ഭയങ്കരമായ സ്ഥാനമാണ് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ശുഹദാക്കളെ സ്ഥാനം നമ്മൾക്ക് അറിയാലോ അല്ലേ. അതിനെക്കാട്ടിയും ഭയങ്കരമായ ദർജയാണ് സിദ്ദീഖീങ്ങൾക്കുള്ളത്. എല്ലാവർക്കും സിദ്ദീഖീങ്ങളാകാമല്ലോ, ആകാൻ കഴിയും പരിശ്രമിച്ചാൽ. എല്ലാവരും ആവൂല. എന്താ പറഞ്ഞു? സത്യസന്ധത സ്വർഗത്തില് മധ്യത്തില് എന്ന് പറയുന്നുണ്ടല്ലോ സത്യസന്ധന്മാർക്ക്. ഒരുപാട് നമ്മൾ കേട്ടതാണ്, പല ക്ലാസ്സുകളിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സത്യസന്ധന്മാർക്കുള്ള ആ ഒരു പ്രതിഫലം പറയുന്നത്. അപ്പം സത്യസന്ധത എന്നുള്ളത് വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും എല്ലാം ഉണ്ടാകണം. നമ്മൾ സത്യസന്ധത കാണിക്കേണ്ടത് എല്ലാത്തിലും നമ്മൾ സത്യസന്ധത കാണിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ സത്യസന്ധത കാണിക്കേണ്ടത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് അല്ലേ. ശരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്നുള്ള ആ ഒരു പേര് വരാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധതയാണ് അല്ലേ. എല്ലാം പിന്നെ അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത് അതിൽ പിന്നെ എന്തില്ല, ഒരു സംശയവുമില്ലാത്ത രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ വിശ്വസിക്കുന്ന ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാ പറയുന്നത്. അതായത് റബ്ബ് മുമ്പിലുണ്ട് എന്ന പോലെ ആ ഇഹ്സാനിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ലെവലാവലും അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരിക്കും പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാനം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെ ആ സ്വഭാവങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കൽ നല്ലതായിരിക്കും എല്ലാ നിലക്കും. നമ്മളെ സ്വഭാവം എന്ന് പറയുന്നത് പരലോകത്ത് അല്ലെ നമ്മളെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന ഒരു അമലാന്ന് പറയുന്നില്ലേ അല്ലേ, ആ സൽസ്വഭാവം. അപ്പം
അത് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ദർജയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പം നമ്മളെ വാക്കുകള്, അല്ലെ, നോട്ടങ്ങള്, പ്രവർത്തനങ്ങള്, കേൾവികള് എല്ലാം, അല്ലെ, നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മളോട് തന്നെ എന്താക്കണം, ചോദിക്കണം, വിലയിരുത്തണം. എത്രത്തോളം നമ്മൾ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സത്യം മറച്ചു വെക്കുന്ന ഏർപ്പാടുണ്ട്, അല്ലെ, നമുക്ക് കളവ് പറയുന്നില്ലെങ്കിലും ചില സന്ദർഭത്തിൽ നമുക്ക് അനുവദനീയമാണ് കേട്ടാ. നമ്മളന്നേരം മുമ്പ് റിയാദുസ് സ്വാലിഹീൻ വായിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ, ചില സാഹചര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങള് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് അവിടെ ചെറിയ രൂപത്തിൽ അവിടെ കളവ് പറയുന്നത് അനുവദനീയമായ ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അല്ലെ. എല്ലായിടത്തും കളവ് പറയാന്നുള്ള രീതിയിൽ തമാശയിൽ പോലും നമ്മൾ എന്താക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് കുട്ടികളെ വിഷയത്തിൽ, അല്ലെ. കുട്ടികളോട് നമ്മൾ പലതും പറഞ്ഞ് വാക്ക് കൊടുക്കും, അല്ലെ. ഇങ്ങോട്ട് വാ ഇന്നാന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒന്നും കൊടുക്കാതിരുന്നാല് അത് കളവാന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല, അല്ലെ. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത് തന്നെ അവിടെ, അല്ലെ. അതാണ് പല എന്തിനാ ആയത്ത് അല്ല, അതിന് ശേഷമുള്ള ആയത്ത് വിശദീകരിക്കുമ്പോ അല്ലേ പറഞ്ഞത്, ഈ കാര്യങ്ങൾ പറഞ്ഞത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിന് ശേഷം ഓത്. അതന്നെ, അതല്ല വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ പറഞ്ഞിട്ടില്ല ആയിഷ? അതിലാ വരുന്നല്ലേ, മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ. അതന്നെ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഫമൻ തബിഅ ഹുദായ, അതന്നെ. അതാര് പിൻപറ്റുന്നുവോ, അല്ലെ, അള്ളാഹുവിന്റെ ഹിദായത്ത്, ആ ഹുദ ആര് ഫോളോ ചെയ്യുന്നോ അവർക്ക് എന്തില്ല, പിന്നെ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്, അല്ലെ. അല്ലാഹു അക്ബർ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. ശരിക്കും നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മളെ ചിന്തകളെ ഉണർത്തി പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെ, സമയം. അൽഹംദുലില്ലാഹ് നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള അവസരങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഈ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് 1-2 ഹദീസുകൾ പറയാം. അള്ളാഹുലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ചവർ അവർ സിദ്ദീഖീങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം വിശ്വാസികൾ, ഈമാനുള്ളവർ, അല്ലെ, ഈമാൻ എല്ലാത്തിലും പ്രധാന ഘടകമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ മുസ്ലിം ആണോ മുഅ്മിനാണോ എന്നുള്ളത്. നമ്മൾ മുസ്ലിമാണ്, അല്ലെ. അത് അള്ളാന്റെ റസൂലും അള്ളയും എല്ലാം പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷെ നിങ്ങൾ ഖൂലു അസ്ലംന, അല്ലെ, നിങ്ങൾ എന്തായിട്ടില്ല, മുഅ്മിനീങ്ങളായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്താം. നമ്മൾ മുഅ്മിനാകുന്നുണ്ടോ, നമ്മൾ ഓരോ സെക്കൻഡുകളും, അല്ലെ. ആയിഷ പറഞ്ഞ ആ ബുക്ക് എഴുതാൻ തുടങ്ങിയാ പലർക്കും മടിയായിരിക്കും ചിലപ്പോ, അല്ലെ. നമ്മളെ ഫോൾട്ടുകൾ അതിൽ എഴുതി വെച്ചിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ ലോക്കിട്ട് വെച്ചോ, അല്ലെ, ലോക്കിട്ട് വെച്ചോ. ശരിക്കും ലോക്കുള്ള ബുക്കാക്കിയാ മതി. ലോക്കുള്ള ബുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ ആരും നോക്കാൻ വരണ്ടല്ലേ. ബുക്കൊന്നും ആരും നോക്കുകയും ചെയ്യില്ല. എന്ത് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഒരു പ്രശ്നവും ഇല്ല. ഇതാരും നോക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ശരിക്കും അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറാൻ കുറേ ഉണ്ട്. നമ്മൾ ഓരോ സെക്കൻഡുകൾ, ഓരോ ദിവസത്തിൽ തന്നെ ഈ ചിന്ത ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ ഇതിൽ ഏതാ എനിക്ക് മാറാനുള്ളത്? നമ്മളെ വാക്കുകളും പ്രവർത്തനങ്ങളും കുറേ എന്തുണ്ട്, നമ്മുടെ സ്വഭാവങ്ങളിലും എല്ലാം സ്വയം മാറാൻ കുറേ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കണ്ട,
അവരെന്താ അങ്ങനെ ഇവരെന്താ ഇങ്ങനാന്നല്ല, നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഞാനെങ്ങനെ ചിന്തിക്കലുള്ളൂ. ഇപ്പൊ നമുക്ക് വരുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പോലും നമ്മൾ ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് പുറത്തു തരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അങ്ങനെയെല്ലാം വിചാരിക്കുമ്പോൾ നമുക്ക് കുറേ സമാധാനമാവും, നമുക്ക് കുറേ നന്നാകാനും അല്ലെ, ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാൻ. തൗബ ഏറ്റവും അല്ലെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. തൗബന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് കാരുണ്യം അല്ലെ. ശരിക്കും അതെല്ലാം ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം സമാധാനം വരുന്നല്ലേ. തൗബ ചെയ്യുന്നവർക്ക് അള്ളാന്റെ കാരുണ്യം ഉണ്ട്. തവ്വാബുർ റഹീം തന്നെയാണ് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് പിന്നെ എല്ലാ നിലക്കും നമ്മളെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചിന്തിച്ച് അല്ലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാം. എടുത്ത് ചാടി എന്തെങ്കിലും പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണത നമ്മൾ എന്താക്കണം, മാറ്റണം. എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ആ സമയത്ത് പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഇനി അങ്ങോട്ടുള്ള നമ്മളെ ലൈഫിൽ നമുക്ക് അങ്ങനെ തോന്നാൻ പാടില്ല. ആ ദുആ എന്തായാലും വേണം. ദുആ നിർബന്ധാണ്. ദുആ എന്തായാലും വേണം. നിർബന്ധാന്ന് വെച്ചാൽ അത്രയും നിർബന്ധം. എല്ലാ കാര്യത്തിലും നമുക്ക് ദുആ തന്നെയാണ്. അള്ളാന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. പഠിച്ചവനോട് എന്തേലും തെറ്റ് ചെയ്താൽ തൗബ ചെയ്താൽ മതി. അസ്തഗ്ഫിറുല്ലാഹ് എല്ലാം പഠിച്ചു പൊറുക്കും. പക്വകളോട് ചെയ്താല് നമ്മൾ എന്താ ചെയ്യാന്ന് ഒരാൾ ക്ലാസ് ചോദിക്കുന്നുണ്ടായി. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, വിഷമിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈമത്തോ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോയിട്ട് പറയോ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞടി നീ ഒന്ന് പുറത്തേരുന്നേന്ന് പറയും ചെയ്യില്ല. അപ്പൊ അള്ളഹാനോട് നമ്മള് പുറത്തേരുന്നേ പറഞ്ഞാൽ പുറത്തേരൂലല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് വെക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് പറയൂല അവരോട് പോയിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ല എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുകയും അവരെ നന്മ വേറെ ഒരാളോട് നല്ലോണം പറയാനും പറയുന്നുണ്ട്. അതെ അതെ. അല്ല ചിലതില്ലേ നമ്മൾ പറഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തേ ചെയ്യാം. അതിനേക്കാളും നല്ലത് പിന്നെ പറയാതെ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുക, കൂടുതൽ അവരെ കുറിച്ച് നല്ലത് പറയാ. എന്നിട്ട് തഞ്ചത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഇതിൽ പറയാനധികം അവസരം കിട്ടിയെങ്കിൽ പൊരുത്തപ്പിടിപ്പിക്കലെല്ലാം ചെയ്തിട്ട് രക്ഷപ്പെടാ. കഴിയുന്നതും നമ്മളെ നാവിനെ സൂക്ഷിക്കാം, അത്ര തന്നെ അല്ലേ. ചിന്തയും അതന്നെ, ചിന്തയും നാവും എല്ലാം നമ്മളത് ഏറ്റവും പ്യുവറായിട്ട് കൊണ്ടുപോകാൻ അത് തൗഫീഖ് നൽകട്ടെ. ആരെ കുറിച്ച് മോശം വിചാരിക്കാതിരിക്കുക ആദ്യം. അതെ. ഇപ്പൊ നാവ് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലേ. പറയാ ഇങ്ങനെ പലതും പറയാൻ നമ്മളെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടാവും. പക്ഷേ ഞാനിത് പറഞ്ഞാൽ എന്ന് ശരിക്കും ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും. എന്റെ മാപ്പിള തന്നെ ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്നോട് ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും പറയാനൊക്കെ പേടിയാണ്, മറച്ചു വെക്കുന്നതാ. ഞാൻ മറച്ചു വെക്കുന്നതല്ല, ചിലത് പറയാൻ പറ്റാത്തതേക്ക് വെറുതെ പറയുന്നതിലേക്ക് ആരുടെങ്കിലും അല്ലേ നമ്മൾ പറയുന്നുണ്ടാകാം. നമ്മളിങ്ങനെ രാത്രി വന്നതിന് രാവിലെ മുതൽ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പൊ ഓരോ ചിലപ്പോ ഏതെങ്കിലും അപ്പൊ ഇങ്ങനെ ചിന്ത വരും, സുബ്ഹാനല്ലാഹ് അല്ലെ. അന്നേരം വിചാരിക്കും വേണ്ട മതി, ഇങ്ങനെ പുതുങ്ങലാണ്. അതെ അതന്നെ. ശരിക്കും നമ്മളെ സംസാരം നമ്മൾ ചുരുക്കിയാൽ തന്നെ കുറേ ഭാഗം നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. കമ്മ്യൂണിക്കേഷൻ വേണം. പക്ഷെ നമുക്കില്ലേ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞ ചുറ്റുപാടിൽ തന്നെ ആവുമ്പോ നമുക്ക് നല്ലത് മാത്രമേ പറയാനുണ്ടാവും. അല്ലാഹ് അല്ലാഹു അക്ബർ. സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഹദീസ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സത്യം പറയൽ ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. സത്യസന്ധത നമ്മളെ പുണ്യത്തിലേക്ക് നയിക്കാം. സത്യസന്ധത നമ്മളെ പുണ്യത്തിലേക്ക് നയിക്കും. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. പുണ്യം നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്ന റജുലു ലയസ്ദുഖു ഹത്താ യകൂന സിദ്ദീഖാ. ഒരു മനുഷ്യൻ സത്യം പറയുന്ന ആ ഒരു ശീലം വളർത്തുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ തികഞ്ഞ സത്യസന്ധനായി സിദ്ദീഖായിട്ട് രേഖപ്പെടുത്തുന്നു പറയും. ഒരാള്
സത്യസന്ധത പതിവാക്കിയാൽ, അത് ആ ഒരു ശീലം നിലനിർത്തി കൊണ്ടുപോയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെന്തായി? സിദ്ദീഖായി. സിദ്ദീഖായാല് രക്ഷപ്പെട്ട്. ആ അതെ, ശപഥം ചെയ്യണം. അങ്ങനെ പറയുന്നുണ്ട്. അല്ല, അത് സ്ഥാനത്തില് അവർക്ക് ഭയങ്കര ദർജയുണ്ട്. അതിനെക്കാട്ടിയും എന്ന് പറയുമ്പോ അത് അത്രയും ഉണ്ട്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ അവിടെ എത്തിയാൽ നമുക്ക് അറിയാൻ കഴിയും ഇതെന്താന്ന് ഈ അല്ലേ? അതെ, ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉള്ളവരാണെന്ത്? മുത്തഖീങ്ങള്. നമ്മൾ ഏതിലാ ഉൾപ്പെടേണ്ടതല്ല, നമ്മൾ എല്ലാറ്റിലും ഉൾപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ക്വാളിറ്റി പറയുമ്പോൾ സ്വർഗത്തിലെ എല്ലാ വാതിലിലൂടെയും പ്രവേശിക്കാനുള്ള അതെല്ലാം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാണെങ്കിൽ മുഅ്മിനാണ്. അല്ല, അതന്നെ, വെറും നമ്മളൊരു വിശ്വാസമല്ല. ആ മുഅ്മിനീങ്ങൾക്കുള്ള കുറേ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞതെല്ലാം ഉൾപ്പെടണം. നമ്മളെ ഇബാദത്തുകൾ തന്നെ ചെയ്യുന്നത് എന്തിനാന്ന്? ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം തന്നെ പറയുന്നത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്നാണ്. ഇന്നി ബുഇസ്തു ലിഉതമ്മിമ മഹാരിമൽ അഖ്ലാഖ്. ആ വാക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാല് ഞാൻ നിയോഗിക്കപ്പെട്ടത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അപ്പം അവിടെ അത്രയും ആ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. സൃഷ്ടികളോടും സൃഷ്ടാവിനോടും എല്ലാം നമ്മൾ എന്താക്കണം? നല്ല സ്വഭാവമുള്ളവരാകണം. നമുക്ക് മുഅ്മിനാകാൻ വിഷമില്ല, നമ്മള് ഫോണ് മുഅ്മിനാക്കാനാണ് വിഷമം. പിന്നെ പോരെ. ശരിക്കും ഫോണിൽ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. ഞാൻ തന്നെ ഇപ്പം ഒരു കാര്യം ഞാനിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏതാണെന്നറിയോ? ഇപ്പം എന്തെങ്കിലും വീഡിയോസിൽ ഇങ്ങനെ വരുന്ന, ഞാനൊന്ന് യൂട്യൂബിൽ പോയിട്ടൊന്നും കാണലേ ഇല്ല സത്യം പറഞ്ഞാല്. എന്തെങ്കിലും ഈ പ്രസംഗമെല്ലാം ഇങ്ങനത്തെ യൂട്യൂബിലുണ്ടെങ്കിൽ അയ ലിങ്ക് പൊട്ടിച്ച് ക്ലാസ് കേൾക്കുന്നല്ലാണ്ട് വേറെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങനെ നോക്കലേ ഇല്ല. സമയമില്ല നമുക്ക്. നമ്മളെ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നോക്കാൻ തോന്നുന്നില്ല, അൽഹംദുലില്ലാ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലെല്ലാം എന്തെങ്കിലും വീഡിയോസ് വരുമല്ലോ, ചിലപ്പോൾ നമ്മളത് ഒരു മിനിറ്റ് 30 സെക്കൻഡ് അങ്ങനെയല്ലേ ഉണ്ടാവും. നല്ല മെസ്സേജുകളും വരുന്നുണ്ടാവും, ചിലപ്പോൾ തമാശകളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും എന്താകും, ഒന്ന് നോക്കിപ്പോവും. അപ്പോൾ ഞാൻ പരമാവധി ഇപ്പൊ ശ്രദ്ധിക്കുന്ന അങ്ങനത്തേൽ മ്യൂസിക് അത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളത് ഒരു പ്രശ്നമല്ലാണ്ടായി മാറേ. അത് ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് വരുന്നത് കഴിയുന്നതും എന്താക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇത് കാണുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം തിരിയുമല്ലോ. അപ്പടെ എന്താക്കാം, ഒരു ഇത്തിരി തമാശയും കോമഡിയൊന്നും ഉണ്ടാകുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിലൊരു അസഭ്യമോ ഒരു അനാവശ്യമോ ഇരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മളെ സമയവും പോവും, വെറുതെ കണ്ടു എന്ന് വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? ഇല്ല, അതെ അങ്ങനെ തന്നെ. എന്നാലും ചിലപ്പോ നമ്മള് യൂട്യൂബിലല്ലേ, അതങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാ, നമ്മൾ കാണുന്നത് തന്നെയാണ്. പിന്നെ വരും, വേണ്ടാത്തൊന്നും വരില്ല. നമ്മൾ കുക്കിങ്ങിന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചറ അത് തന്നെ ഇരിക്കും ഉണ്ടാകുക. എന്തെങ്കിലും സംശയം തോന്നിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കഷ്ടകാലായിരിക്കും. ഖുർആനിലും ഹദീസിലും വന്നാൽ ഫുൾ പ്രാർത്ഥനയും കുറച്ച് സമയം ഇരുന്നാ ഫുള്ള് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളറിയും അതെങ്ങനെ കഴിയാ. പക്ഷെ നമ്മളില്ലേ പാചകത്തിൻ്റെതോ അല്ലെങ്കിൽ കോമഡിയോ കുറച്ച് സമയം കാണും. എത്ര സമയമോ കാണാൻ. പിന്നെ ഇപ്പൊ കാണൂല, പണ്ടെല്ലാം കൊറേ കണ്ടു. അതെല്ലാം അങ്ങനെ തന്നെ. ഈ ക്ലീനിങ്ങിന്റെ ചില ആൾക്കാർക്ക് അതാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. കുക്കിങ്ങിനെക്കാട്ടി ക്ലീനിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളില്ലേ, എന്തെല്ലാം ഇട്ടിച്ച് കഴുകിയാലാന്ന് വെട്ടിത്തിളങ്ങാന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ആ ടിപ്സ്, ഓരോ ടിപ്സ് ഉണ്ടല്ലേ, എന്തെല്ലാം ഉണ്ടാവും. ആളെ പറ്റിക്കലാം, എല്ലാ ആളെ പറ്റിക്കലാം. അതെ, അതന്നെ. നമ്മളെ സമയം പോവും. അതന്നെ, എല്ലാ സമയം കൊല്ലികളാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോ സത്യസന്ധത എന്ന് പറയുന്നത് അത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. വേറൊരു ഹദീസ്, ഇതേപോലെ തന്നെ വേറൊരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക.
ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് നീചവൃത്തികളിലേക്ക് വഴിതെളിക്കും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, കളവ് നീചവൃത്തികളിലേക്ക് വഴിതെളിക്കും, നീചവൃത്തികളാകട്ടെ നരകത്തിലേക്കും വഴിതെളിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അയാള് അള്ളാഹുവിങ്കൽ പെരുങ്കള്ളൻ എന്ന് എഴുതപ്പെടുന്നത് വരെ അയാള് കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധത പുലർത്തുക. കാരണം സത്യസന്ധത പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കും നയിക്കും. അള്ളാഹുവിങ്കൽ അങ്ങനെ അവളെ നോക്കട്ടെ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 4 ഗുണങ്ങൾ ആരിലുണ്ടോ അവൻ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമില്ല. ഈ 4 ഗുണങ്ങൾ എന്തല്ല? ഒന്ന് അമാനത്ത് സൂക്ഷിക്കല്, അല്ലേ? വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അത് സൂക്ഷിക്കുക എന്നുള്ളത്. അത് വാക്കുകളും ആവാം, സാധനങ്ങളും ആവാം. നമ്മളെ ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മത പുലർത്തണം. പിന്നെന്താ? സംസാരത്തിലെ സത്യസന്ധത, സൽസ്വഭാവം, പിന്നെ ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കുക. 4 കാര്യങ്ങൾ. ഈ 4 ഗുണങ്ങൾ ആരിലുണ്ടോ അവന് ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവന് അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അമാനത്ത് സൂക്ഷിക്കുക, സംസാരത്തിൽ സത്യസന്ധത, സൽസ്വഭാവം, നമ്മളെ ക്ലാസ് എടുക്കുന്ന ആക്കെല്ലാം ഉണ്ട് തൊണ്ടൊക്കെ പ്രശ്നം അല്ലേ? ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കാം. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും കുഫ്റും ഒന്നിക്കൂല. ഈമാനും കുഫ്റും എന്ന് പറഞ്ഞാൽ എന്താ? അത് വിശ്വാസവും സത്യനിഷേധവും, അല്ലേ? നേരത്തെ പറഞ്ഞ 4 അത് ഒന്ന് അമാനത്ത് സൂക്ഷിക്കാം, സംസാരത്തിൽ സത്യസന്ധത പാലിക്കാം, സൽസ്വഭാവം, ഭക്ഷണത്തിൽ ഹറാമ് കലരാതിരിക്കാം. സൽസ്വഭാവം വരുന്നുണ്ട്, സത്യസന്ധത വരുന്നുണ്ട്, അമാനത്ത് സൂക്ഷിക്കൽ, വിശ്വസ്തത, പിന്നെ ഹറാമ് കലരാതിരിക്കുക ഭക്ഷണത്തിൽ. 4 കാര്യങ്ങൾ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും കുഫ്റും ഒരുമിക്കൂല, കളവും സത്യസന്ധതയും ഒന്നിക്കൂല, വഞ്ചനയും അമാനത്തും ഒന്നിക്കൂല. ഇത് രണ്ടും ഉണ്ടാവില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. അപ്പൊ നമ്മളടുത്ത് ഏതാ ഉള്ളത് നമ്മൾ നോക്കിയാൽ മതി. എന്തെല്ലാന്ന്? ഈമാനും കുഫ്റും, അല്ലേ? ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവൂല. കളവും സത്യസന്ധതയും ഒന്നിക്കൂല, വഞ്ചനയും അമാനത്തും, അല്ലേ? വിശ്വസിക്കുക, വഞ്ചിക്കുക, ഇത് രണ്ടും ഒരാൾക്ക് ഉണ്ടാവൂല. അപ്പൊ ഇതില് ഏതെല്ലാം ക്വാളിറ്റീസാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ മതി. ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കേട്ട വിഷയങ്ങളാണ്. പക്ഷെ ഈ ഒരു ആയത്തിന്റെ ഇത് പറയുമ്പോൾ ഇത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് എത്ര കേട്ടാലും നമുക്ക് പിന്നെ എന്താ പറയാ, അത് കുറഞ്ഞു പോവുകയും ചെയ്യില്ല, അത് കൂടുതലായി പോവുകയും ചെയ്യില്ല. കാരണം ഇത് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും മാറ്റം വരുത്തേണ്ടതാണ്. ഓരോ സാഹചര്യങ്ങളിലാണ് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടത്. സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് നമ്മളെ വാക്കുകളും പ്രവർത്തനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ശരിക്കും നമ്മളില്ലേ ശരിക്ക് സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയാലില്ലേ നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വാക്കിൽ എന്തെങ്കിലും പിഴവ് വരുമ്പില്ലേ അതിനപ്പടെ നമുക്ക് അടി കിട്ടും. നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരും അല്ലാഹ് എന്തെങ്കിലും രൂപത്തിൽ. നമ്മൾ തീരുമാനിച്ച് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് സത്യസാക്ഷ്യം പറഞ്ഞ് അള്ളാഹുവിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു അല്ലേ. ഞാൻ എൻ്റെ അള്ളാഹുവിനല്ലാതെ ഞാനൊരു ഇബാദത്തില്ല അല്ലെ, അള്ളാഹിൻ്റെ റസൂലിനെ ഞാൻ നബിയായി പിന്നെ ദൂതനായി ഞാൻ അംഗീകരിച്ച്. അപ്പം എന്താ, നമ്മൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് അവനിൽ പൂർണ്ണമായും അനുസരിച്ച് കീഴൊതുങ്ങി അല്ലെ അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിക്കും എന്ന ഒരു സാക്ഷ്യമാണ് അള്ളാഹ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാന്നുള്ള ആ ഒരു കാര്യം.
അപ്പോൾ അതിൽ നമ്മളെ വീഴ്ച വരുത്തുമ്പോൾ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു താല എന്താക്കും, നമ്മളെ പിടിക്കും, നമ്മളെ അള്ളാഹ് ചൊട്ട് തരും, ശിക്ഷിക്കും. നേരെ മറിച്ച് അള്ളാഹ് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലോ, നമ്മളിങ്ങനെ നല്ല സൗര്യവിഹാരം നടത്തുന്നുണ്ടോ അവരെ നോക്കൂല, അവരെ ഇബ്ലീസും നോക്കൂല, അള്ളയും നോക്കൂല. അങ്ങനെയുണ്ട്. ചില ആൾക്കാരെ ഒഴിവാക്കിയ കൂട്ടത്തിലുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. എന്ത് തെറ്റ് ചെയ്തിട്ടും ആരും അറിയുന്നുണ്ടാവില്ല, ആരും പിടിക്കപ്പെടുന്നുണ്ടാവില്ല, സമൂഹത്തിൽ ഭയങ്കര മാന്യന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം. അള്ളാഹ് കൈയൊഴിഞ്ഞ ആൾക്കാരാണ് അത് കൂടുതൽ അങ്ങനെ ഉണ്ടാകാൻ. അവരെ അള്ളാഹു താല എന്താക്കും, കുറച്ചു കാലം സുഖാനുഗ്രഹത്തിൽ ഇങ്ങനെ വിട്ടുകൊടുക്കും, പിന്നൊരു പിടുത്തം പിടിക്കുകയും ചെയ്യാം. ആ പിടുത്തം എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തായിരിക്കും, അത് വലാ യൂസിഖു വസാഖഹു അഹദ് അല്ലേ, അത്രയും കഠിനമായിരിക്കും. ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും പിന്നെ കഴിയൂല, പിന്നെ അവിടെ രക്ഷയില്ല. ആ രീതിയിലുള്ള അവസാനത്തെ പിടുത്തമാണത്. പിന്നെ അങ്ങോട്ട് ഫുള്ളും പ്രയാസങ്ങളും കഷ്ടതകളും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അല്ലെ ഫദൂഖു വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ എന്ന് പറയുന്നില്ലേ. വലിയ ശിക്ഷക്ക് മുമ്പായിട്ട് ചെറിയ തരത്തിലുള്ള ശിക്ഷകളെ കൊണ്ട് നിങ്ങളെ ഞാൻ ആസ്വദിപ്പിക്കുന്ന പറഞ്ഞത്. ആസ്വദിപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മടങ്ങിയേക്കാം, അള്ളാഹുലേക്ക് മടങ്ങാൻ അല്ലേ. നമ്മള് ഒരു കഥ കേട്ടിട്ടില്ലേ, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാള് താഴെയുള്ള പണിക്കാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഇറങ്ങി. അയാള് നോക്കുന്നില്ല, മുകളിലോട്ടേക്ക് നോക്കുന്നില്ല. പിന്നെ എന്തേനും പിന്നെ നോട്ട മറ്റേ താഴോട്ടേക്ക് ഇട്ടുകൊടുത്തപ്പാന്ന് മേലോട്ടേക്ക് നോക്കിയത് എന്ന് പറഞ്ഞാല് പിന്നെ അനുഗ്രഹങ്ങള് പിന്നെ എന്തേനൊക്കെ അത് കറക്റ്റും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ നമ്മള് അങ്ങനെ എന്താന്ന് തോന്നുന്നു അല്ലേ, കല്ലെറിഞ്ഞപ്പാ നോക്കിയത് അല്ലേ, അങ്ങനെയാന്ന്. അങ്ങനെ എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ സുഖാനുഗ്രഹങ്ങളിൽ ഉണ്ടാകുമ്പോ കഥയാണ്. സുഖാനുഗ്രഹങ്ങളിൽ ഉണ്ടാകുമ്പോ അള്ളാനെ ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് വേദനകളും വിഷമങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമ്മൾ എന്താക്കാന്, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ. അപ്പോൾ അള്ളാഹ് നമ്മളെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എന്താകാനാന്ന്, കൂടുതൽ അടുക്കാനാണ് അല്ലേ. അതുപോലെ പറയുന്നില്ലേ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിന്, നസീമ ടീച്ചറിന്റെ ഒരു ക്ലാസ്സിന്റെ ഒരു അനുഭവം പറയുന്ന ഒരു വിശേഷം ഗ്രൂപ്പിലായിട്ട് വരാം. ഞാനത് മിഷ്കാത്തിൽ ഇടണോ വിചാരിച്ചേനെ. നിങ്ങളാരും വായിച്ചിട്ടില്ല അത്? അതിൽ പറയുന്നുണ്ട് എന്താണെന്നറിയോ, ഒരാൾ ഒരു അനുഭവം പറഞ്ഞതാ. ടീച്ചർ അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തപ്പോ പിന്നെ ഒരു കുട്ടി ആ ടീച്ചറോട് പറഞ്ഞതാ പോലും, പിന്നെ ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ നോമ്പെടുക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഇത്ര കാലമായിട്ട് ഞാൻ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അള്ളാഹ് ശിക്ഷിക്കും, ഞാൻ നിസ്കരിച്ചത് പോലും അള്ളാഹിനെ പേടിച്ചിട്ടാണ്, നരകത്തിലിടൂ, ശിക്ഷ ഉണ്ടാവും, കബറില് പാമ്പുണ്ടാവും, അങ്ങനെയെല്ലാം പേടിച്ചിട്ടാണ് എന്താക്കിയത് ഇത്ര കാലം ഇബാദത്തെല്ലാം ചെയ്തത്. അല്ലാണ്ട് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടൊന്നല്ല ഞാൻ ചെയ്തത്. ഇപ്പോഴാണ് അള്ളാഹ് ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ക്ലാസ് കേട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്രയധികം അള്ളാഹ് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അനുഭവം പറയുന്നത്. ശരിക്കും നമ്മളെ റബ്ബിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതെ 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 നമ്മളെ ചെറുപ്പത്തിലേ നമ്മൾ തന്നെയാണ് ഇത് തെറ്റായ രീതിയിൽ അവർക്ക് ചിത്രീകരിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും നെഗറ്റീവാന്ന് പറഞ്ഞു കൊടുക്കുക, അതാണ് കുട്ടികൾ കേട്ടിട്ട് അതെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളും ആദ്യം മനസ്സിലാക്കണം.
നമ്മളില്ലേ വിഷമിക്കുമ്പോൾ പോലും അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയണം. ഇന്നലെ റംലത്താന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിട്ടില്ലേ ആ കാര്യം. പ്രതിസന്ധികളും പ്രയാസങ്ങളും അങ്ങേയറ്റം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കാനും അതറിഞ്ഞിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഒരു വിശ്വാസിയായി നമ്മൾ മാറുന്നത്. പ്രതിസന്ധികൾ വിഷമവും വരുമ്പോൾ അള്ളാഹ് എന്താ എനിക്ക് ഇങ്ങനെ, അങ്ങനെയല്ല, അൽഹംദുലില്ലാ 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 അല്ലെ, അൽഹംദുലില്ലാ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിന് അല്ലെ. അതൊന്നും അവരെ അള്ളാഹുവിൽ തൊട്ട് എന്താക്കിയിട്ടില്ല, അകറ്റി നിർത്തിയിട്ടില്ല അല്ലെ. ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മളും റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് വരിക വേണ്ടത്. പിന്നെ അപ്പോൾ ഈ സത്യസന്ധതയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നത് വെച്ചാൽ, സത്യസന്ധത എന്നുള്ളത് നമ്മൾ സംസാരത്തിൽ മാത്രമല്ല, നമ്മളെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും എല്ലായിടത്തും നമ്മൾ എന്താക്കണം, സത്യസന്ധത കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ അസ്ലമു മിമ്മൻ കദ്ദബ അലല്ലാഹി വകദ്ദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും സത്യം തനിക്ക് വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അവന്റെ സങ്കേതം എവിടെയാ പറയുന്നത്? നരകത്തിലാണ് അവന്റെ പാർപ്പിടം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ആര് സത്യവും കൊണ്ടുവരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു മുത്തഖീങ്ങൾ, സൂക്ഷ്മത പാലിച്ചവർ. അവർക്ക് എന്തുണ്ട്? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അവർക്ക് അള്ളാഹുവിങ്കൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അതാണ് അവർക്കുള്ള പ്രതിഫലം. എന്താഗ്രഹിച്ചാലും അല്ലാഹു തആല അത് അവർക്ക് നൽകും. അതാകുന്നു ദാലിക ജസാഉൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം. സ്വർഗം തന്നെയാണ് അല്ലാഹു തആല ഇവിടെ എല്ലാം വാഗ്ദാനം ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മളിപ്പോൾ എടുക്കുന്ന ആയത്തിലും എന്താ അല്ലാഹു തആല പറയുന്നത്? വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, അവർക്ക് അവരുടെ വെളിച്ചമുണ്ട് അല്ലെ, പ്രകാശമുണ്ട്. അപ്പൊ അവർക്ക് അല്ലാഹു തആലന്റെ അടുക്കൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് അല്ലാഹു തആല നൽകും എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രതിഫലാന്നല്ലേ. എന്നിട്ട് പിന്നെ അതിന്റെ കൂടെ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെന്നറിയോ? ലിയുകഫിറല്ലാഹു അൻഹും അസ്വഅ അല്ലദീ അമിലു. അവർ പ്രവർത്തിച്ച ഏറ്റവും ചീത്തയായ കാര്യങ്ങൾ പോലും അല്ലാഹു തആല എന്താക്കും? അതിലൂടെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നു പറയുന്നു. അല്ലാഹ് മാപ്പ് കൊടുക്കും, പുറത്തു കൊടുക്കും. എന്ത് കാരണത്താല്? സത്യസന്ധത കാത്തു സൂക്ഷിച്ചതിന്റെ കാരണത്താല്. മുമ്പ് ചിലപ്പോ എന്തെങ്കിലും ചീത്ത പ്രവർത്തനങ്ങൾ അവരിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ അല്ലാഹു തആല പിന്നീട് അവൻ സത്യസന്ധത കാത്തു സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ അവർ ചെയ്ത തിന്മകളൊക്കെ അല്ലാഹു തആല എന്താക്കും? പുറത്തു കൊടുക്കും. അത് മാത്രമല്ല, വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ലതായ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യസന്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് ഒരുപാട് അല്ലെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, നോട്ട് ചെയ്ത് വെച്ചോ. സൂറത്ത് തൗബയിൽ തന്നെ കുറേ സ്ഥലത്ത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു 119 ആയത്ത്. വിശ്വാസികളെ അല്ലെ, നിങ്ങൾ എന്താക്കാനാ പറയുന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. അപ്പം ഈ സത്യസന്ധന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവരവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അവസ്ഥകളിലും എല്ലാം അവർ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം എല്ലാ അവസ്ഥകൾ പോലും സത്യസന്ധമായിരിക്കുന്ന പറയുന്നു.
നമ്മുടെ എല്ലാ മേഖലയിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സത്യസന്ധത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. പറയുന്നില്ലല്ലേ, എത്ര കയ്പാണെങ്കിലും അല്ലേ, കാര്യം അത് എത്ര കയ്പുള്ളതാണെങ്കിലും നീ അവിടെ സത്യം മാത്രം പറയുക എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്തെങ്കിലും പ്രശ്നമാവോ എന്തെങ്കിലും വിഷയമാവോ അല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്താക്കാൻ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കളവ് പറയുന്നുണ്ടാകുക. പക്ഷെ അവിടെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ പ്രശ്നമാകുകയെ ചെയ്യാൻ. സത്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞാലോ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കേണ്ടതിലും വന്നിട്ടുണ്ടാകും. പക്ഷെ പിന്നീട് അതിൻ്റെ ഹൈറ് നമുക്ക് തീർച്ചയായും അനുഭവിക്കാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ആരുടെ വാഗ്ദാനമാണ്? അള്ളാഹിന്റെ വാഗ്ദാനമാണ് അല്ലേ. നമ്മൾ പറയുന്നതും നമ്മൾ വിചാരിക്കുന്നതും എല്ലാം അറിയുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നല്ലേ. അപ്പോൾ ആ റബ്ബിനെ മറച്ചു വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് അത് നമ്മളെപ്പോഴും ഓർമ്മിക്കാം. കളവിന് നമ്മൾ എന്താക്കണ്ട, കൂട്ടു നിൽക്കുകയും വേണ്ട. നമ്മൾ കളവ് അറിയുന്നില്ല, നമ്മൾ കളവ് ചെയ്യുന്നില്ല, ഒന്നും ഇല്ല. പക്ഷെ വേറൊരാളെ ചെയ്യുന്ന കളവിന് നമ്മൾ എന്താക്കാൻ പാടില്ല, കൂട്ടു നിൽക്കാനും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാം. സത്യസന്ധത ഉള്ള ആൾക്കാർ അലസതയിൽ നിന്നും പിന്നെ അശ്രദ്ധയിൽ നിന്നൊക്കെ ഒഴിവായ അവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സത്യസന്ധരാവുക, നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിലകൊണ്ട് അതിൻ്റെ ആളുകളായി തീരുക, എന്നാൽ നിങ്ങൾ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു എളുപ്പവും വഴിയും ലഭിക്കുകയും ചെയ്യും. സത്യസന്ധത കാത്തു സൂക്ഷിക്കുക, സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുക, തീർച്ചയായും സത്യത്തിൻ്റെ ആളുകളായി തീരുക, എന്നാൽ നിങ്ങൾ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു എളുപ്പവും അതിന് മുന്നോട്ടുള്ള നല്ലൊരു വഴിയും നമുക്ക് അല്ലാഹു തആല നൽകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ സത്യസന്ധത, നേരത്തെ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാര്യം നമ്മൾ ഓർമ്മിക്കുക. അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തുക, നമ്മളെ വിശ്വാസം കറക്റ്റാക്കുക അല്ലേ. നമ്മളെ വാക്കും പ്രവൃത്തിയും ഒന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യം പരിശ്രമിക്കുക. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന്, അങ്ങനെ ആകാൻ പാടില്ല. അതാദ്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വന്നാലും സത്യത്തിൽ നിന്ന് നമ്മൾ എന്താകാൻ പാടില്ല, മാറാൻ പാടില്ല. നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാറണം എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല ഓരോരുത്തർക്കും. അതിൽ നമ്മൾ എന്താക്കണം, ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം. കാരണം അത് ഭയങ്കര വിഷയമാണ് കേട്ടോ. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. നേരെ മറിച്ച് ആ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടാലോ പിന്നെ എവിടെയും നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. സ്ഥിരത, ഈമാനും ഇസ്തിഖാമത്തും നമുക്കുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. നമുക്ക് ഇപ്പം നമ്മളെ മുമ്പിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമല്ലോ അല്ലേ, നമ്മൾ നേരിടേണ്ടി വരുന്ന പല ഘട്ടങ്ങളുണ്ടാവും. അവിടെ എല്ലാം തന്നെ സത്യത്തിനെതിരെ എന്തെങ്കിലും അല്ലെ, സത്യത്തിനെതിരായിട്ട് എന്തെങ്കിലും വന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ അല്ല നിൽക്കേണ്ടത്. നമുക്കതിനെതിരായിട്ട് തന്നെ എന്താക്കണം, നിൽക്കാൻ കഴിയണം. സത്യത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയണം. സത്യത്തിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അത് നമ്മളെത്ര അടുത്ത ബന്ധുവായാലും അല്ലേ, ഏറ്റവും അടുത്ത ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവരുടെ കൈ വെട്ടാനുള്ള ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് എന്താ വെച്ചാൽ സ്വന്തവും കുടുംബവും ബന്ധമെല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ എന്താക്കാൻ ന്യായവും നീതിയും തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല.
നമ്മൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ലേ അല്ലേ? വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. നല്ലൊരു പ്രാർത്ഥനയാണ് അല്ലേ? നമ്മളെ മുന്താസ്തന്റെ ക്ലാസ്സിൽ നമ്മളിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ലിസാന സിദ്ഖ്, നമ്മുടെ സത്യസന്ധത അല്ലേ? സത്യസന്ധതയുള്ള ആ ഒരു നാവിൻ്റെ ഉടമകളായി തീരാൻ നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പ്രവേശിക്കാൻ അല്ലേ? പിന്നെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പുറത്തേക്ക് വരാൻ ആ ഒരു രീതിയിലുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നീ എനിക്ക് നൽകണേ എന്നുള്ള വളരെ നല്ല അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥനയില്ലേ? വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹ വദ്ഖിൽനി അല്ലേ? ഇത് അതല്ലേ ഈ പ്രാർത്ഥന? വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്നുള്ളത് പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ എന്നുള്ളത്. അപ്പോൾ അതും നമ്മളെപ്പോഴും പിന്നെ പ്രാർത്ഥിക്കുക. വളരെ നല്ല പ്രാർത്ഥനയാണ്. അതുപോലെ സ്വർഗത്തിൽ സത്യസന്ധന്മാർക്കുള്ള സ്ഥാനം പറയുമ്പോൾ പറയുന്നുണ്ട്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ അല്ലേ? സൂക്ഷ്മത പാലിച്ചവർ ജന്നാത്തിൻ വനഹർ അല്ലേ? തോട്ടങ്ങളിലും അരുവികളിലും ഒക്കെ ആയിട്ട് ഉല്ലസിക്കുന്നുണ്ടാകും. പിന്നെയോ അള്ളാഹുവിൻ്റെ അല്ലേ രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ആ സത്യത്തിൻ്റെ ഇരിപ്പിടത്തിലായിരിക്കും അവരുണ്ടാകാൻ. മഖഅദ സിദ്ഖ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന പദവികളാണ്. സത്യസന്ധന്മാർക്ക് ലഭിക്കുന്ന പിന്നെ പ്രതിഫലങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയും. നമ്മൾ ഈ ഉറഫ് പറയുമ്പോൾ അതും വരുന്നുണ്ട് അല്ലേ? ഉറഫും മബനിയത്തും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? സ്വർഗത്തിലെ ആ ഒരു ഇത്. പിന്നെ അതുപോലെ ഈ സത്യസന്ധത എന്നുള്ളത് അത് പ്രവാചകന്മാർക്കുള്ള ഒരു ഇതാണ്. ഇപ്പം സ്വർഗത്തിൽ പറയുമ്പോൾ നമ്മൾ സിദ്ദീഖീന വശുഹദായ വസ്വാലിഹീന അങ്ങനെ പറയുന്നില്ല. പോവാനാ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇന്നഹു ഖാന സിദ്ദീഖൻ നബിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത്രയും സത്യസന്ധനായ പ്രവാചകനാകുന്നു അദ്ദേഹം എന്നുള്ള നിലക്ക് ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്. ഇദ്രീസിനെ കുറിച്ച്, ഇസ്മായിലിനെ കുറിച്ച്, പിന്നെ സൂറത്തുൽ മുഅ്മിനൂന ഓരോ പ്രവാചകന്മാരെ കുറിച്ചും ഇങ്ങനെ ഈ ഒരു ഇത് പറയുന്നത്. അതുപോലെ പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പ്രത്യേകം ആ ഒരു സത്യസന്ധത അവിടെ ഒക്കെ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ എന്താ പറയുക, അദ്ദേഹത്തിന് കാരാഗ്രഹവാസം അല്ലേ പിന്നെ ആയിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് എന്തായിട്ടില്ല, മാറിയിട്ടില്ല. വേണമെങ്കിൽ ഇവരെ അസീസിന്റെ ഭാര്യന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താക്കുക, നല്ല സുഖലോലുപതയിൽ ആ രാജകൊട്ടാരത്തിൽ ജീവിക്കാമായിരുന്നു അല്ലേ? പക്ഷെ അവിടെ എല്ലാം സത്യസന്ധത കാത്തു സൂക്ഷിച്ച്, പിന്നെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ വിഷയത്തിലൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ എല്ലാം സത്യസന്ധത കാണിച്ച ആ ഓരോ കാര്യങ്ങൾ. അപ്പം സത്യസന്ധത അത്രയും പിന്നെ മഹത്തായ ഒരു വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടുക്കലാണല്ലേ സത്യസന്ധന്മാരും ശുഹദാക്കളും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് അവരുടെ പ്രതിഫലവും അവർക്ക് അവരുടെ പ്രകാശവും നൽകുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സത്യസന്ധത പ്രവാചകന്മാരുടെ അടയാളമാണ്. സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. നല്ല ആൾക്കാരുടെ എല്ലാം അടയാളമാണ് എന്ത്? സത്യസന്ധത എന്നുള്ളത്. അപ്പം നമ്മൾ മുത്തഖീങ്ങളിലും പിന്നെ മുഅ്മിനീങ്ങളിലും മുഹ്സിനീങ്ങളിലും പിന്നെ സ്വാലിഹീങ്ങളിലും ഒക്കെ ഉൾപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? ഈ പറഞ്ഞ ഗുണം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് പിന്നെ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ സത്യസന്ധത നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താ അറിയോ, നമുക്ക്
നമ്മളെ മനസ്സിന് സമാധാനം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. സത്യസന്ധത കൊണ്ടുള്ള നേട്ടങ്ങൾ പറയുമ്പോൾ പറയുന്നതാണ്. ശരിക്കും അത് ശരി തന്നെയാണ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമാധാനമാണ്. ഒരു കളവ് പറഞ്ഞാല് നമ്മളത് ഓർമ്മിച്ച് നിൽക്കണം ഒന്ന്, ഇല്ലേ? ഇനി ആ കാര്യം വീണ്ടും അതല്ല പറയുന്നത്. കളവ് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര അസ്വസ്ഥതയാണ്, ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ കളവ് സത്യമാക്കണമെങ്കിൽ പിന്നെ എത്ര കളവ് പറയേണ്ടി വരും എന്നറിയോ? ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഇത് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഈ കളവ് പറഞ്ഞ കളവാണെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല, സത്യാണെങ്കിൽ അത് എന്തായാലും ഓർമ്മ ഉണ്ടാവും. ഈ പറഞ്ഞത് ഞാൻ അന്ന് എന്തേലും പറഞ്ഞതെന്ന് ഓർമ്മിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ തെറ്റിപ്പോവും അല്ലേ? ശരിക്കും കളവ് നേരാക്കാൻ വേണ്ടിയിട്ടില്ലേ ഭയങ്കര പണിയാണ്. അവിടെ പിന്നെയും കുറേ അല്ലേ, ഒരു കളവ് നേരാക്കാൻ കുറേ 100 കളവ് പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മനസ്സമാധാനക്കേടല്ലേ? നേരെ മറിച്ച് സത്യം പറഞ്ഞാലോ അവിടെ സമാധാനമാണ് അല്ലേ? സത്യത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുമ്പില്ലേ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യ ചെയ്തിനെങ്കിൽ, നമ്മൾ സത്യ പറഞ്ഞിനെങ്കിൽ നമ്മൾ വേറൊരാളവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ? ഞാൻ ചെയ്തതും പറഞ്ഞതും എന്താണ്? സത്യാണ്. അതിലെന്തില്ല? അവിടെ ആര് സഹായം ഉണ്ടാകും? അള്ളാന്റെ സഹായം ഉണ്ടാകും. അതുപോലെ പറയുന്നു പിന്നെ സത്യം എന്ന് പറയുന്നത് മനസ്സമാധാനവും, അസത്യം എന്നുള്ളത് അസ്വസ്ഥതയാണ്. ബുഖാരിയിൽ വന്ന ഹദീസിൽ തന്നെ വന്നതാണത്. സത്യം എന്നുള്ളത് സമാധാനവും, അസത്യം എന്നുള്ളത് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് സത്യം നമ്മൾ മുറുകെ പിടിക്കുക, മനസ്സമാധാനം ലഭിക്കും. പിന്നെ പറയുന്നത് പ്രതിസന്ധികളിൽ നമുക്ക് തുറവി ലഭിക്കും. നമ്മളെ പ്രതിസന്ധികളിൽ നമ്മൾ സത്യസന്ധത കാണിച്ചാൽ നമുക്ക് പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് അതിനൊരു ഉദാഹരണം പറയുന്നത് ഏതാണെന്നറിയോ? ഒരു ഗുഹയിലകപ്പെട്ട സംഭവം പറയുന്നില്ല. അതിൽ 3 ആൾക്കാരിൽ ഒരാൾ പ്രാർത്ഥിച്ചത്, അയാളെ ഒരു പിന്നെ കുറച്ച് പൈസ, പണിയെടുത്ത പൈസ കൂലി വാങ്ങാണ്ട് അയാൾ പോയി. അപ്പോൾ മൂന്നാമത്തെ ആളത് അതല്ലേ? എന്നിട്ട് മൂന്നാമത്തെ ആളതല്ല രണ്ടാമത്തെ ആളെന്നറിയില്ല, 3 ആളെ കാര്യം പറയുന്നില്ല. അതിൽ ഒന്ന് മാതാപിതാക്കൾക്ക് പിന്നെ കാത്തുനിന്നിട്ട് പാല് ഇതാക്കി കൊടുത്തത്, പിന്നെ ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ഇതായിട്ട് വന്ന സമയത്ത് അവിടെ നിന്ന് മാറി നിന്ന് അള്ളാഹിനെ ഭയപ്പെടുന്ന മാറി നിന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഇതാണ്. അതായത് ഒരാൾ ജോലിക്കാരൻ, അയാൾ കൂലി വാങ്ങാണ്ട് അയാൾ പോയി. അപ്പോൾ ആ പൈസ അയാൾ എടുത്തു വെച്ച് അതിനെ കൊണ്ടുവന്നിട്ട് ചെറിയ കച്ചവടം ചെയ്ത് അതിൽ വർധനമുണ്ടായി, ആടിനെ മേടിച്ച്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അയാളെ അധ്വാനത്തിൻ്റെ പൈസ വാങ്ങാൻ വന്നപ്പോൾ ഇതൊക്കെ ഈ പൈസയിൽ നിന്നുണ്ടായത് മുഴുവൻ അയാൾക്ക് കൊടുത്ത്, ഞാൻ അള്ളാഹു നിന്നെ ഭയപ്പെട്ടിട്ടാണ്, അവിടെ സത്യസന്ധതയാണ് അവിടെ എന്താക്കിയത്, അവരെ കാത്തു സൂക്ഷിച്ചത്. വിശ്വസ്തത, സത്യസന്ധതയാണ് അവിടെ വന്നത്. കാരണം അയാളെ കൂലിയിൽ നിന്നാണ് ഇതെല്ലാം. അയാൾക്ക് ശരിക്കും അന്ന് അയാൾ പണിയെടുത്തതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇയാളെല്ലാം അധ്വാനിച്ചത്. പക്ഷെ അതിൽ നിന്നാണ് അത്. ആ ഒരു സത്യസന്ധത അയാൾ കാത്തു സൂക്ഷിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ എന്തായി? അവർക്ക് ആ ഗുഹാമുഖം അള്ളാഹു തആല തുറന്നു കൊടുത്ത് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതെല്ലാം പിന്നെ ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമായി ലഭിച്ച കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു തആല അവൻ്റെ ഭാഗത്തു നിന്നുള്ള മഹത്തായ പ്രതിഫലവും പാപമോചനവും ലഭിക്കും എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ അല്ലേ? അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ? അവൻ ചെയ്ത തെറ്റുകൾ, തിന്മകൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുണ്ട്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അള്ളാഹു അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, പാപമോചനവും. ഇപ്പൊ സത്യസന്ധത കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ സ്വർഗം ലഭിക്കും. സ്വർഗത്തിലെ അവർക്ക് ഉന്നതമായ പ്രതിഫലമായിരിക്കും അല്ലെ? റളിയല്ലാഹു അൻഹു വറളു അൻഹു ദാലിക്കൽ ഫൗസുൽ അലീം എന്നാ പറഞ്ഞത്. ആർക്കാണത്? ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും. സത്യസന്ധന്മാർക്ക് അവരുടെ സിദ്ഖ്, സത്യസന്ധത പ്രയോജനപ്പെടുന്ന ആ ഒരു ദിവസമാകുന്നു. അവർക്ക് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക്കൽ ഫൗസുൽ അലീം. സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ട് ഒരുപാട് ഹദീസുകളിൽ ആ ഒരു വിഷയം വന്നിട്ടുണ്ട്. സ്വർഗം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഹദീസ് മാത്രമല്ല, ആയത്തുകളും കുറേ ഉണ്ട് സത്യസന്ധതയുടെ. പിന്നെ വരുന്നത് കച്ചവടങ്ങളിൽ ബർക്കത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. സത്യസന്ധത കൊണ്ട് അവിടെ
ബാങ്ക് കൊടുക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്താൽ നമുക്ക് നിർത്താം, എന്നിട്ട് ബാങ്ക് കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. അപ്പോൾ ബാങ്കിന് ശേഷമുള്ള ദുആ ആവുമ്പോൾ ഒന്നും കൂടി ഇജാബത്ത് ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്താം. കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കും. പിന്നെ സ്വർഗത്തിൽ ഈ സത്യസന്ധന്മാർ ആരുടെ കൂടെയാണ്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين لا وحسن أولئك رفيقا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സത്യസന്ധത കാത്തു സൂക്ഷിക്കാനും ഈ പറഞ്ഞ നേട്ടങ്ങളോട് കൂടി നമുക്ക് നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇവിടെ ഈ ഒരു ആയത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ല. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് നമുക്ക് നിർത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താ പറയുന്നത്? വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. എപ്പോഴും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യം പറഞ്ഞിട്ട് ഉടനെ അടുത്ത അതിന്റെ നേരെ വിപരീതം പറയും അല്ലേ. അതാണ് ഈ ആയത്തിന്റെ ബാക്കി പറയുന്നത്. എന്താ? വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിന. നേരത്തെ വിശ്വസിക്കുകയും സത്യസന്ധത കാത്തു സൂക്ഷിക്കുകയും ചെയ്തവരെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ കഫറൂ വകദ്ദബൂ അല്ലേ, അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്ത ആൾക്കാർ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഉലൈക അസ്ഹാബുൽ ജഹീം, അക്കൂട്ടർ തന്നെയാകുന്നു നരകത്തിന്റെ ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം എപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ് അല്ലെ, സ്വർഗത്തെക്കുറിച്ച് പറയും, പിന്നെ തുടർന്ന് നരകത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും അല്ലെ. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതും മുന്നറിയിപ്പുമായിട്ട് അങ്ങനെ. വിശ്വസിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവിശ്വാസികളെ കുറിച്ച് പറയും, പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും. അങ്ങനെ എല്ലാം നമുക്ക് അല്ലാഹു തആല എന്താ പറയുക, ഒരേപോലെ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പം ഈ ഒരു ആയത്ത് പറയുമ്പോൾ തന്നെ ആ ആയത്തിൽ തന്നെ രണ്ട് വിഭാഗം ആൾക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യം പറഞ്ഞ ഗണത്തിലാണോ രണ്ടാമത് പറഞ്ഞ ഗണത്തിലാണോ നമ്മളുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. ഈമാന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നെ നമുക്കൊരു സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നില്ലേ. പക്ഷെ നമ്മൾ മുഅ്മിനീങ്ങൾ ശരിക്കുള്ള മുഅ്മിനീങ്ങളായോ എന്നുള്ള കാര്യത്തിലാണ് എന്തുള്ളത്, ഒരു 100 മാർക്ക് കൊടുക്കാനായിട്ടില്ല നമുക്ക് തോന്നുന്നല്ലേ. അങ്ങനെ തോന്നണം എപ്പോഴും. നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് എപ്പോഴും നമുക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ ഈ ഒരു ആയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ദീഖീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും സമീപസ്ഥരായ മുഖറബുകളായ ദാസന്മാരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്നതും ക്ലാസ് കേൾക്കുന്നതും എല്ലാം. റഹ്മാനായ റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, സിദ്ദീഖീങ്ങളിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധത കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു നന്മ പോലും പ്രവർത്തിക്കാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. നീ എപ്പോഴും ഞങ്ങൾക്ക് കാരുണ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തെ തൊട്ട് ഞങ്ങളെ അകറ്റി നിർത്തല്ലേ റഹ്മാനെ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന അവസരം മരണം വരെ റഹ്മാനായ റബ്ബേ നിന്റെ ദിക്റുകളിലായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നന്മയിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അലസതകളിൽ നിന്നും മടിയിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും പിശുക്കിൽ നിന്നും വീരത്വത്തിൽ നിന്നും എല്ലാം റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ നാഥ. എല്ലാ സമയത്തും ഇബാദത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യവും ഉന്മേഷവും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നാഥ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വരും തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഹിദായത്തിൻ്റെ വഴിയിലൂടെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി
ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം നാഥ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അത് പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായി അമൽ ചെയ്യാൻ നാഥ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ് റഹ്മാനായ റബ്ബേ. ഏത് അവസരത്തിലും സത്യസന്ധത കാത്തു സൂക്ഷിക്കാനുള്ള നല്ലൊരു കെട്ടുറപ്പുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏതേത് പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകാത്ത നല്ല ശക്തമായ ഈമാനിന്റെ ഉടമകളാക്കി ഞങ്ങളെല്ലാവരും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നാഥ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും സത്യസന്ധതയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഞങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നാഥ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതിനെല്ലാം പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ചെയ്ത തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിക്കാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബേ. ഓരോ ആയത്തുകളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും അത് മനഃപ്പാഠമാക്കാനും മനഃപ്പാഠമാക്കിയത് മറന്നു പോകാതിരിക്കാനും ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നാളെ പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. മഹ്ശറാലോകത്ത് വിചാരണക്ക് ഒരുമിച്ച് കൂട്ടുന്ന അവസരത്തിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ നാഥ നിന്റെ മുമ്പിൽ അത് സ്വീകരിക്കപ്പെടുന്ന അമലുകളാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കണേ റഹ്മാനെ. നാളെ തുലാസിൽ ഏറ്റവും കനമുള്ള അമലായി ഞങ്ങളുടെ സൽസ്വഭാവം നീ ഒരു മുതൽക്കൂട്ടാക്കി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരോടും നിന്നോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവർക്കും നീ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് സമാധാനപൂർണമായ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് പല വിധത്തിലുള്ള ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കി സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും നാഥ നീ സമാധാനം നൽകണേ അല്ലാഹ്. അവരുടെ ഈമാന് നീ ഉറപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ റഹ്മാനായ റബ്ബേ അവരൊക്കെയും ഇന്ന് ഖബറുകളിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് നാഥ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت